ഇവിടുത്തെ നിയമപാലകരുടെ മുന്നിൽ, ഇവിടുത്തെ ഗവൺമെന്റിന്റെ മുന്നിൽ, ഇവിടുത്തെ കോടതിന്റെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 100ഓളം വർഷത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഞാൻ മുമ്പ് എന്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പൊ മൂപ്പരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ പോയപ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, ജഡ്ജികളും അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് ചുറ്റും താമസിക്കുന്നത്. അപ്പൊ ഇയാളോട് ചോദിച്ചാലോ, എന്തോ അവിടെ സംസ്ഥാനം എന്റെ സംഗതി ഉണ്ടല്ലോ, എന്തത്? അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി, ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം വെളുപ്പോൾ ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ആ കറക്റ്റിന് അവർ നിർത്തി. അത്ര ആളുകൾ ഉണ്ടായിട്ട് പോലും നമ്മളാരും ഒരു ശല്യം ചെയ്തില്ല. സമസ്ത കേരള ജമിയത്തുലമയെ സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമിയത്തുലമന്റെ ചരിത്രം അതാണ്. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള മതവിദ്യാഭ്യാസം സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മത സൗഹാർദ്ദത്തിനെയാണ് സമസ്ത കേരള ജമിയത്തുലമ എന്നിവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്.